ക്രാഫ്റ്റ് ചെയ്യുന്നത് ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ, നമ്മുടെ സൺഫ്ലവർ ഓയിൽ വാങ്ങുന്ന കവറില്ലേ, ആ കവറിൽ കുറെ നല്ല സൺഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൺഫ്ലവേഴ്സ് ഒന്നും കളയാതെ വെട്ടിയെടുത്ത് അത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ഓൾ എന്ന ഓപ്ഷൻ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ വെക്കുന്ന കുറച്ച് ബോട്ടിൽസില്ലേ, ഗ്ലാസ് ബോട്ടിൽസ്. ഈ ഗ്ലാസ് ബോട്ടിൽസ് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ സൺഫ്ലവറിൻ്റെ ആ പാക്കറ്റിൽ കണ്ടോ നല്ല ഭംഗിയുള്ള സൺഫ്ലവേഴ്സ്. ഈ സൺഫ്ലവേഴ്സ് കണ്ടപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, നമുക്കിത് എന്തുകൊണ്ട് നമ്മൾ ഉപയോഗശൂന്യമാക്കി കളയുന്ന ഈ കവർ ഉപയോഗിച്ച് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തുകൂടാണ്. അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ഒരുങ്ങുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ സൺഫ്ലവർ ഓയിൽ നമ്മൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ റാപ്പർ നമ്മൾ നല്ലതുപോലെ കഴുകിയെടുക്കുകയാണ് ചെയ്യേണ്ടത്, ഈ കവർ. അപ്പോൾ സോപ്പ് ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ കഴുകിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഉണക്കിയെടുക്കാം. അതിനുശേഷം ഈ സൺഫ്ലവറിൻ്റെ പോർഷൻസ് നമുക്ക് വെട്ടിയെടുക്കാം. നമുക്ക് വലിയൊരു സൺഫ്ലവറും പിന്നെ 2 ചെറിയ സൺഫ്ലവറും ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സൺഫ്ലവറിൻ്റെ പോർഷൻ നമുക്ക് കൃത്യമായിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ചില ടൈപ്പിംഗ് ചിലപ്പോൾ പേരുകൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അരികെല്ലാം നോക്കി കറക്റ്റായിട്ട് നമുക്ക് ഒരു സിസേഴ്സ് ഉപയോഗിച്ച് വെട്ടിയെടുക്കാം. എന്ത് ഭംഗിയുള്ള സൂര്യകാന്തി പൂക്കളാണല്ലേ, ഇതെങ്ങനെയാണ് കളയാൻ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ ബോട്ടിലിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ സൂര്യകാന്തി പൂക്കളെല്ലാം കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രിൻറ്റിങ് പോർഷൻ വന്നതൊക്കെ നമ്മൾ ഒഴിവാക്കി അതിൻ്റെ കറക്റ്റായിട്ട് ആ പെറ്റൽസിൻ്റെ സൈഡും എല്ലാം കത്രിക വെച്ച് കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഇതാ കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു കുപ്പി നമ്മുടെ വീട്ടിലുണ്ടാവില്ലേ, ഫുള്ളായിട്ട് റൗണ്ടായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു കുപ്പിയാണിത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മാറ്റിമറിക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ കുപ്പി ആദ്യം തന്നെ നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പുറം ഭാഗം നല്ല ക്ലീനായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം. ഇനി നമുക്കിതിൽ ഏത് പോർഷനിലാണ് ഈ സൺഫ്ലവർ ഒട്ടിക്കേണ്ടത് എന്നുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് പതിയെ ഒന്ന് വെച്ച് നോക്കാം. അതിനുശേഷം ഞാനിവിടെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഈ ഫ്ലവേഴ്സ് നമുക്ക് ഓരോന്നായി അതിൻ്റെ ഏത് പോർഷനാണോ ആ പോർഷനിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഫെവിക്കോൾ ഒന്നല്ലെങ്കിൽ ഫ്ലവറിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പതിപ്പിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബോട്ടിൽ ഫെവിക്കോൾ തേച്ചിട്ട് ഇത് പതിയെ ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ കോർണർ സൈഡൊക്കെ ഒന്ന് പ്രത്യേകം നോക്കിയിട്ട് വേണം കേട്ടോ ഒട്ടിച്ച് വെക്കാനായിട്ട്. പശ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരന്നു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല, കാരണം നമ്മൾ ഇതിൻ്റെ സൈഡിലെല്ലാം പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പശ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയാലും പ്രശ്നമില്ല. അപ്പോൾ വലിയ സൺഫ്ലവർ നമ്മൾ ഏകദേശം ഒട്ടിച്ച് കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു വെള്ളത്തുള്ളികൾ പോലെ തെറിക്കുന്ന ആ ഒരു പോർഷനും എല്ലാം നമ്മൾ വെട്ടിയെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അധികം വായു ഇതിനകത്ത് ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട്. വായു ഉണ്ടെങ്കിൽ പതിയെ കൈകൊണ്ട് തന്നെ അത് സൈഡിലേക്ക് ഒന്ന് മാറ്റി നമുക്ക് അതിന് ഉള്ളിലെ വായു എല്ലാം കളഞ്ഞെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒട്ടിക്കിട്ടും. ഇപ്പോൾ ഈ ബോട്ടിലിൻ്റെ ഒരു ഭാഗത്ത് ഈ വലിയ സൺഫ്ലവറിൻ്റെ ഫുൾ പിക്ചർ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ 2 ചെറിയ സൺഫ്ലവറും കൂടെ ഉണ്ട്, അത് നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ സൺഫ്ലവറിൻ്റെ അത് നമ്മൾ പശ തേച്ച് ഒട്ടിച്ചിരിക്കുന്നത് കുറച്ചൊന്ന് ഉണങ്ങണ്ട കേട്ടോ. ഒന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബോട്ടിലിൽ സൺഫ്ലവർ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഫെവിക്കോൾ നല്ലതുപോലെ തന്നെ പെട്ടെന്ന് ഒട്ടു കേട്ടോ. അപ്പോൾ അത് ഒട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ സൈഡിൽ എന്തായാലും നമ്മൾ ഇലയുടെ ഒരു പോർഷൻ വരുന്നത് കൊണ്ട് ഒരു ഗ്രീൻ പോർഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രീൻ സെയിം കളർ തന്നെ നമുക്ക് ഈ ബോട്ടിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൺഫ്ലവറിൻ്റെ ആ സൈഡിലെല്ലാം നമുക്കൊന്ന് ശ്രദ്ധിച്ച് സൺഫ്ലവറിൻ്റെ മുകളിലേക്ക് പെയിൻ്റ് അടിക്കാത്ത രീതിയിൽ ആദ്യം തന്നെ ആ സൈഡിലെല്ലാം പെയിൻറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഉൾഭാഗത്തും നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഈ ഗ്രീൻ ചെയ്തെടുക്കാം. വലിയ സൺഫ്ലവറിൻ്റെ സൈഡിലും അതുപോലെ ചെറിയ സൺഫ്ലവറിൻ്റെ സൈഡിലും എല്ലാം അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ ആ പെറ്റൽസിൻ്റെ മുകളിലേക്ക് കയറാതെ അവിടെ എത്തുമ്പോൾ അതിൻ്റെ ബ്രഷിൻ്റെ ടിപ്പ് ഉപയോഗിച്ച് പതിയെ നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് ബാക്കി ഭാഗമെല്ലാം റഫായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 കോട്ട് ഗ്രീൻ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കോട്ട് നമുക്ക് റഫായിട്ട് ചെയ്താൽ മതി. പക്ഷേ സെക്കൻഡ് കോട്ട് വരുമ്പോൾ നമ്മുടെ ബ്രഷ് ഒരേ ലെവലിലേക്ക് പിടിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. എന്നാൽ മാത്രമാണ് ഫിനിഷിങ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുമല്ലോ.
ബോട്ടിലിൽ അപ്പോൾ ഗ്രീൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷനിൽ അടപ്പ് നമുക്ക് അത് ബ്ലാക്കിഷ് ഷെയ്ഡിലിരുന്ന ഭംഗിയില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിനും ഒന്ന് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഈ യെല്ലോ ഓൾറെഡി ഈ സൺഫ്ലവറിന് നല്ല യെല്ലോ കളർ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഈ അടപ്പിനും ഒരു യെല്ലോ കളർ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് യെല്ലോ കളർ ഞാൻ എന്താ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ യെല്ലോ കുറച്ച് ലൈറ്റ് യെല്ലോയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഓറഞ്ചും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് യെല്ലോ കളർ കൊടുക്കാം, എന്നിട്ട് അത് ഉണങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഓറഞ്ചും കൂടെ കൊടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ആ ഒരു കറക്റ്റ് കളർ നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് ശരിക്കും ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ സൺഫ്ലവറിൻ്റെ ആ വലിയ സൺഫ്ലവറിൻ്റെ നടുക്ക് ഒരു റൗണ്ട് പോർഷൻ കണ്ടോ, നമ്മൾ ആ പശ വെച്ച് ഒട്ടിച്ചതിൻ്റെ പശയെല്ലാം നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ സൺഫ്ലവറിൻ്റെ നടുക്ക് നമുക്ക് സാധാരണ സൺഫ്ലവറിൻ്റെ നടുക്ക് അതിൻ്റെ വിത്താണ് ബ്ലാക്ക് കളർ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. ഇവിടെയും ബ്ലാക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് പോർഷനൊക്കെ ഒന്ന് നോക്കി അടിക്കണേ, എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ബ്രഷിൻ്റെ ടിപ്പ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സൈഡ് പോർഷനെല്ലാം നല്ലതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഈ ബ്ലാക്ക് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അതിൻ്റെ വിത്തുകൾ പോലെ സീഡ് പോലെ നമുക്കൊന്ന് വൈറ്റ് സ്പോട്ടുകൾ ഇട്ട് കൊടുക്കാം. എന്നാലാണ് ആ ഒരു സീഡുകൾ പോലെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പെയിൻ്റ് എല്ലാം തന്നെ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് പെയിൻ്റ് ആണ് കേട്ടോ അപ്ലൈ ചെയ്തിരിക്കുന്നത്. പെയിൻറ്റ് ചെയ്യാൻ അറിയില്ലാത്തവർക്കും ഫ്ലവേഴ്സ് വരയ്ക്കാൻ അറിയില്ലാത്തവർക്കും ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണിത്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് വെട്ടി ഒട്ടിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പെയിൻറ്റ് കൊടുത്ത് നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. ഇതിനൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ പെറ്റൽസ് വേണമെങ്കിൽ കുറച്ചും കൂടെ വരച്ചു കൊടുക്കാം കേട്ടോ. ഗ്രീൻ കളറിലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഗ്രീൻ വന്നിട്ട് അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ കളർ വന്നിട്ട് അതിന് ഒന്ന് ഔട്ട്ലൈൻ ഒരു ബ്ലാക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലീവ്സ് നമുക്ക് കുറച്ചും കൂടെ ഇലകളൊക്കെ വയ്ക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചെയ്തോളൂ കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് ഇത് ഉണങ്ങിയതിന് ശേഷം വാർണിഷ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടും, കുറച്ചും കൂടെ ഗ്ലോ കിട്ടും. അപ്പോൾ ഞാനിവിടെ വാർണിഷ് ചെയ്തിട്ടില്ല, അത് ഉണങ്ങി കഴിഞ്ഞില്ല. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം വേണം വാർണിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഉണങ്ങി കഴിയുമ്പോൾ ഒന്ന് വാർണിഷ് ചെയ്തോളൂ. പ്ലാസ്റ്റിക്കിൻ്റെ ആ ഭാഗത്ത് വാർണിഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാത്ത സ്ഥലത്തെല്ലാം വാർണിഷ് ചെയ്തോളൂ. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇന്നത്തെ തീർന്നു. നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മുടെ ബോട്ടിൽ. ആദ്യം ഇരുന്ന സാധാ ടൈപ്പ് ബോട്ടിലിനേക്കാൾ എത്രയോ ഭംഗിയാണല്ലോ ഇപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള ബോട്ടിൽസ്, ചില്ല് കുപ്പിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കളറ്, നമുക്ക് ഇഷ്ടമുള്ള പ്രിൻറ്റിങ് ആർട്ട് എല്ലാ സാധനങ്ങളും വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. സോപ്പിൻ്റെ കവറിലുള്ള ഫ്ലവേഴ്സോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തും ഇതുപോലെ ഒട്ടിച്ച് മനോഹരമാക്കി എടുക്കാൻ പറ്റും ബോട്ടിൽസ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം നല്ല നല്ല ക്രാഫ്റ്റുമായിട്ട്. അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ വീട്ടിലെ കിച്ചണിലുള്ള നല്ല നല്ല ബോട്ടിൽസ് ഒക്കെ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ പാമൊലീവിന്റെ അല്ലെങ്കിൽ സൺഫ്ലവറിന്റെ ഒക്കെ കവറുകൾ കളയണ്ട, ഇതുപോലെ അടിപൊളിയാക്കി എടുക്കാം നമുക്ക് ബോട്ടിലുകൾ. ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, കമന്റ് ചെയ്തോളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഈ ചാനൽ.